376 സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെൻറ്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്ത് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞു പോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെൻറ്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെൻറ്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ എട്ടാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെൻറ്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. ശിക്ഷ കണ്ടുപോയാൽ അതിൻ്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെൻറ്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷൻ്റെ അവകാശമാണ്.